സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ സംബന്ധിച്ചാണ് പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം 3 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് DNA അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടത്. അങ്ങനെയുള്ള പരിശോധനാ ഫലത്തിലൂടെ മാത്രമേ വളരെ കൃത്യമായ ഒരു കണക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് വിവരം. ആ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചതിൽ നിന്ന് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നവർ ഇവരൊക്കെയാണ്. പഴയന്നൂർ വെണ്ണൂർ പാറക്കുണ്ടിൽ വീട്ടിൽ സുദർശനൻ 54 വയസ്സാണ്. പാലക്കാട് കല്ലൂർ കുമരനെല്ലൂർ മടിപ്പുറത്ത് വീട്ടിൽ കോർമൻ മകൻ വാസുദേവൻ 54 വയസ്സാണ്. കുണ്ടന്നൂർ പുതുക്കാട്ടിൽ വീട്ടിൽ വിജയൻ മകൻ സുബിൻ 39 വയസ്സാണ്. ഇങ്ങനെ 3 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സുദർശനൻ, വാസുദേവൻ, സുബിൻ എന്നിങ്ങനെ 3 പേരെ മാത്രമാണ് ഒഫീഷ്യലി തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരിച്ചറിയൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാവുന്ന മറ്റുള്ള പേരുകൾ, അതിൽ ഒന്ന് വിജീഷിൻ്റേതാണ്, മറ്റൊന്ന് വിഷ്ണു വിനോദിൻ്റേതു കൂടിയാണ്. ഈ ദൃശ്യങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്ന ഈ 3 പേർ, അതിൽ സുബിൻ, സുദർശനൻ, വാസുദേവൻ എന്നിവർ മരണപ്പെട്ടു എന്നത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാവുന്ന പേരുകൾ ആണ് ബിജീഷിൻ്റെയും അതോടൊപ്പം തന്നെ വിഷ്ണു വിനോദിൻ്റെയും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് മരണം സ്ഥിരീകരിച്ചവരിൽ ഇപ്പോഴും സ്ത്രീകൾ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ആയിരുന്നു അവിടെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്നത്. 40ഓളം പേർ ഉണ്ടായിരുന്നു ജോലികളിൽ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ, ഡിസ്ചാർജ് ചെയ്തവർ, മരണം സ്ഥിരീകരിച്ചവർ, മറ്റു മൃതദേഹങ്ങൾ, ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 38 പേർ ഉണ്ട് എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ട്. സതീഷ് 46 വയസ്സ്, പ്രവീൺ 45 വയസ്സ് എന്നിവർ ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവരുടെ സാഹചര്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. ബാബു 56 വയസ്സ്, രാജേഷ്, ഹരി, അനിത, അഖിൽ എന്നിവർ ചികിത്സയിലാണ്. നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഈ സ്ത്രീകളുടെ പട്ടികയിലേക്ക് വരുമ്പോൾ 50 വയസ്സുള്ള അനിത ചികിത്സയിലാണ് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. അഖിൽ 30, ഉദയകുമാർ 48, ബാബു 57, ഭവാനി 65, വിഷ്ണു 30 വയസ്സ് എന്നിവർ ഇപ്പോൾ ചികിത്സയിലാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പേർ ആശുപത്രി വിട്ടു എന്നത് ഔദ്യോഗികമായി പറയുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും സുഭദ്ര 68 വയസ്സുള്ള സുഭദ്രയും സുന്ദരൻ 46 വയസ്സും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടവർ ആണ്. ഇപ്പോഴും തിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് ഔദ്യോഗികമായി പരിശോധിച്ചാൽ മാത്രമേ അത് ആരുടേത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ബന്ധുക്കളുടെ DNA മറ്റുമൊക്കെ ശേഖരിച്ച ശേഷം ആണ്. ഇപ്പോഴിതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, നിരവധി ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ ആണ്. ഇവിടെയൊക്കെയാണ് ഈ 5.5 ഏക്കർ വരുന്ന ഈ പ്രദേശത്ത് ഓരോ നിർമ്മാണശാലകളും, ചെറിയ ചെറിയ നിർമ്മാണശാലകൾ ഉണ്ടായിരുന്നത്. അവിടെ ആണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലേക്ക് ഉള്ളത്. ഇങ്ങനെ അങ്ങേയറ്റം ദുഃഖകരമാകുന്ന, ഇപ്പോൾ ഇതാ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ വെടിക്കെട്ടിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സാമഗ്രികൾ. ഇതിപ്പോൾ നമുക്ക് ഈ വെടിമരുന്ന് നിറച്ചവയല്ല, വെടിമരുന്ന് നിറയ്ക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളവയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ, അതായത് വെടിമരുന്ന് നിറച്ചിരുന്ന വെടിക്കോപ്പുകളെല്ലാം തന്നെ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു എന്നതാണ്. ഇനിയും നിർവീര്യമാക്കപ്പെടാനുണ്ടോ ഭാഗങ്ങൾ എന്നതിൽ പോലും നമുക്ക് വ്യക്തതയില്ല. കാരണം അത്രമേൽ വലിയ ഒരു അപകടം ആണ് നടന്നിട്ടുള്ളത്. ആളുകളെ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ നേരത്തെ വ്യക്തമാക്കിയത്. നമുക്ക് അവരുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. 14ഓളം ബോഡി പാർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് 2-3 പേരുടെയാണോ എത്ര പേരുടേതാണ് എന്നുള്ളത് നമുക്കതിലൊരു വ്യക്തതയില്ല. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരെത്തും. നമ്മൾ അത് തീരുമാനിച്ചിട്ടുള്ളതും പ്രോട്ടോക്കോളും എല്ലാവരുടെയും, ഇപ്പോൾ ബോഡി വിട്ടുകൊടുത്തവരുടെ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പിളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളവരുടെയും ബോഡി പാർട്സിൻ്റെയും സാമ്പിളുകൾ എടുക്കുകയും ആ സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിധേയമാക്കുകയും ചെയ്യും. ഇനി കാണാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ, അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക്
അവരുടെ സാമ്പിളുകൾ കൂടി എടുത്ത് ഈ 2 സാമ്പിളുകളും മാച്ച് ചെയ്യുന്ന അത് എവിടെയാണ് ആരുടേതാണ് എന്നുള്ളത് കണ്ടിട്ട് ആ സാമ്പിളുകൾ ആ ബോഡി പാർട്ടുകൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകി ഫോറൻസിക് വിഭാഗം മേധാവി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ബോഡികളും ഓട്ടോപ്സി ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കീഴ്വഴക്കം. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, വയനാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ളൊരു വിഷയം, വയനാട്ടിൽ കുറച്ചുകൂടി ഐഡൻറ്റിഫിക്കേഷൻ, അപ്പോൾ നമ്മളൊരു 2-3 ദിവസമൊക്കെയാണ് ഡിക്കമ്പോസ് ചെയ്തത്. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബോഡി അതുപോലെ തന്നെ ആണ്, ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ ബോഡി കരിഞ്ഞ നിലയിലായതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ വളരെ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ആളുകൾ തന്നെ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് തന്നെ ബന്ധുക്കൾക്ക് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതും അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഇന്നലെ പറഞ്ഞൊരു കാര്യം, എല്ലാ ബോഡീസും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ചില ഐഡൻറ്റിഫിക്കേഷൻ ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇച്ചിരി പ്രയാസകരമാകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ തന്നെ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത് കടുക്കനുണ്ടായിരുന്നു എന്നുള്ളത് ആണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ഒരു പക്ഷേ ചെയ്യാം. അപ്പോൾ ഒന്നിലധികം പേർ അങ്ങനെ ഉണ്ടായിരുന്നോ അതൊക്കെ നോക്കുന്നുണ്ടാകാം അല്ല നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിനെ കുറച്ച് ദുഷ്കരമാക്കുമോ എന്നുള്ള ഒരു പ്രശ്നം ഫോറൻസിക് വിഭാഗം മേധാവി ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഒരു കാര്യത്തിന് കൂടി പരിഗണന കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ടോ? അത്തരം പരിശോധനകളും പൊട്ടാതെ കിടക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സെക്യൂർ ചെയ്തിട്ടാണ്, എന്നാലും സൂക്ഷിക്കണം. പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചില്ല? ഇല്ല, പിന്നെ സംസാരിച്ചിട്ടില്ല. ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പൂരത്തിൻ്റെ അല്ല, അത് ദേവസ്വം മന്ത്രി വരുന്നുണ്ടാവും. അദ്ദേഹം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷന് വേണ്ടി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ബോഡി കിട്ടിയത് ഇന്നലെ ഏതാണ്ട് 5 എണ്ണം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. 3 എണ്ണം കൊണ്ടുപോയി കഴിഞ്ഞു. 2 എണ്ണം ഇനിയും കൊണ്ടുപോകാനുണ്ട്. ബാക്കി അവശേഷിക്കുന്ന മൃതശരീരങ്ങളുടെ പാർട്സ് DNA ടെസ്റ്റ് നടത്തിയായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. ആ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള സംഘം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ വിദഗ്ധന്മാരിപ്പോൾ എത്തിച്ചേരും. അതിനുശേഷം DNA ടെസ്റ്റ് നടക്കും. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടിയതായിട്ടാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഒരുപക്ഷെ പല രൂപത്തിൽ നോക്കിയപ്പോഴും കാണാൻ കഴിയാതിരുന്നപ്പോൾ കിടാവർ ഡോഗ് വന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.